നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടമായിട്ടുണ്ടോ നമ്മുടെ ആത്മീക ജീവിതത്തിൽ അതിലേക്ക് മടങ്ങി വരുവാൻ അനുതാപത്തോടെ. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോന പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. പ്രവാചകനായ യോനയോട് കർത്താവിൻ്റെ അരുളപ്പാട് ഉണ്ടായത് നിനവയിലേക്ക് പോയി ആ ദേശത്തെക്കുറിച്ച് ദൈവിക ആലോചനകൾ കൈമാറുവാൻ വേണ്ടിയായിരുന്നു. പക്ഷെ നമുക്കറിയാം, താൻ ദൈവത്തിൻ്റെ ആലോചന കേട്ടിട്ട് തർശീശിലേക്ക് പോകുവാൻ ഇടയായി തീർന്നു. ആ സമയത്താണ് തൻ്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ കടന്നു വരുന്നതും ആമേൻ ദൈവത്താൽ തന്നെ അതിൽ നിന്ന് തനിക്കൊരു വിടുതൽ ലഭിപ്പാൻ ഇടയായിത്തീരുന്നതും. യോന പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം യോനയ്ക്കുണ്ടാകുന്ന ദൈവിക അരുളപ്പാടിനെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ദൈവിക അരുളപ്പാട് കേട്ട് താൻ നിനവയിലേക്ക് കടന്നു പോകുകയാണ്. ആ ദേശത്തോട് ദൈവിക ആലോചനകൾ താൻ പറയുന്നുണ്ട്. ആ സമയത്ത് ആ ദേശത്തിലുള്ള രാജാവ് ഉൾപ്പെടെ എല്ലാ ജനവും അവർ ഉപവാസം പ്രഖ്യാപിച്ച് കർത്താവിൻ്റെ സന്നിധാനത്തിൽ രട്ടുടുത്ത് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുവാനിടയായി തീർന്നു. ദൈവം അവർക്ക് ആ ദേശത്തിൽ ചെയ്യുവാനിരുന്ന ആ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കുന്നതായിട്ട് നമുക്ക് 3-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്: യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം യോനയ്ക്കുണ്ടായിരുന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക. അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പന പ്രകാരം നിനവയിലേക്ക് ചെന്നു. താൻ ദൈവത്തിന്റെ ആലോചനകൾ അവിടെ കൈമാറുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്തു. അതിനുശേഷം എല്ലാ വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്ത് വർത്തമാനം നിനവേ രാജാവിന്റെ അടുക്കൽ എത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ട് പുതച്ച് വെണ്ണീരിൽ ഇരുന്നു. അവൻ നിനവയിൽ എങ്ങും ഘോഷിപ്പിച്ച് പരസ്യമാക്കിയതെന്നാൽ രാജാവിൻ്റെയും അവൻ്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവിത്: മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയ്ക്കുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും രട്ട് പുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗവും താൻ താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികുകയും വേണം. ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ട് മാറുമായിരിക്കും ആർക്കറിയാം. പ്രൈസ് ലോർഡ്. നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, അവിടെ ഉള്ള രാജാവ് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ദൈവം ഒരുപക്ഷെ മനം തിരിഞ്ഞ് ആ ഉഗ്രകോപത്തിൽ നിന്ന് വിട്ടുമാറി നമുക്ക് ഇതിൽ നിന്നൊരു രക്ഷയുണ്ടാകും, ആ ദൈവിക ആലോചനയിൽ നിന്നൊരു വിടുതലുണ്ടാകും എന്നൊരു പ്രതീക്ഷയോടെയാണ് അവിടെ രാജാവ് ഒരു ഉപവാസം പ്രഖ്യാപിക്കുന്നതും അങ്ങനെ തന്നെ അവിടെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: അവർ ദുർമാർഗവും വിട്ടുതിരിഞ്ഞ് എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ച് അത് വരുത്തിയതുമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ ജനമേ, നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം, ദൈവം ചില വിഷയങ്ങളിൽ കർത്താവ് മനസ്സിൽ നിന്ന് ദൈവമാണ്. നമുക്കറിയാം, അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ തീരുമാനമെടുക്കുമ്പോൾ, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം അരുളി ചെയ്ത അനർത്ഥം വരുത്തിയില്ല. ദൈവം അത് മാറ്റിവെക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ സ്തോത്രം പല വിധത്തിലുള്ള പ്രയാസങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. നമുക്കൊരു നിമിഷം എടുത്തിട്ട് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? കർത്താവേ, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെങ്കിൽ ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ഞാൻ ദൈവസന്നിധാനം വിട്ട് അകന്നു പോയ ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ, ഒരു തീരുമാനമെടുത്ത് ആ നിനവയിലുള്ള വ്യക്തികൾ, അവിടെയുള്ള നിവാസികൾ ഒരു തീരുമാനത്തോടെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നതുപോലെ ഒരു മടങ്ങി വരവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായ പ്രാർത്ഥനാ ജീവിതം, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായ വചന ധ്യാനം, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടമായിട്ടുണ്ടോ നമ്മുടെ ആത്മീക ജീവിതത്തിൽ അതിലേക്ക് മടങ്ങി വരുവാൻ അനുതാപത്തോടെ ദൈവത്തിങ്കിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഇവരെയും കൃപ ചെയ്യട്ടെ. ഈ വശങ്ങളാൽ ദൈവം ഇവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.